നിയമസഭയിൽ ഈ വിഷയത്തിൽ വാക്പോര് നടന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടത്. പക്ഷേ ഇവിടെ അത് ലംഘിച്ച് ഒരു സ്വകാര്യ കക്ഷിയെ കൊണ്ട് ധവളപത്രം തയ്യാറാക്കി എന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷേപം. മുൻ ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത്. അതിന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പ്രതിപക്ഷ നേതാവ് വീണ്ടും അദ്ദേഹത്തിന്റെ മറുപടി നൽകുകയും ചെയ്തു. ഇങ്ങനെ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നു എന്നതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനം എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ നയം അതേപടി പിന്തുടരാനല്ല പുതിയ സർക്കാർ ഇരിക്കുന്നത്. ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തത് അതിനുവേണ്ടിയല്ല. അതുകൊണ്ട് അക്കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചത്. സഭയിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരാണ് അല്പസമയം മുൻപ് നടന്നത്. പക്ഷേ സ്പീക്കർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ക്രമപ്രശ്നമുള്ളതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ധവളപത്രം. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുമല്ലോ എന്ന് കൂടി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. ധവളപത്രം ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. UDF സർക്കാർ ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നു. UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ധവളപത്രം പുറത്തിറക്കും എന്നുള്ളത്. ആ ധവളപത്രമാണ് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി എന്നതാണ് UDFന്റെ ആരോപണം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. സഭയിൽ അതുമായി ബന്ധപ്പെട്ട വാക്പോരും നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഈ ധവളപത്രം വെക്കുമായി ബന്ധപ്പെട്ട ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനവകുപ്പാണ് സാധാരണ ധവളപത്രം തയ്യാറാക്കാറുള്ളത്. ആ ധവളപത്രത്തിന് തയ്യാറാക്കുന്ന രീതി മാറ്റിക്കൊണ്ട് പുറത്തുനിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിയത് ശരിയായില്ല. ഔദ്യോഗിക രഹസ്യങ്ങളുടെ നിയമങ്ങളുടെ ലംഘനമാണ്, മാത്രമല്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അവകാശ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇത് ഒരു രഹസ്യരേഖയല്ല, പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ധവളപത്രം തയ്യാറാക്കിയത്. അത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ഡോക്യുമെൻ്റ് അല്ല. ഇതുവരെ ഉണ്ടായിരുന്ന ധവളപത്രങ്ങൾക്കൊക്കെ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് തീർത്തും രാഷ്ട്രീയരഹിതമായിട്ടുള്ള കൃത്യമായ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന രേഖയാണ് എന്നാണ് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ നിയമസഭയുടെ വെബ്സൈറ്റിൽ ധവളപത്രം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കത് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ധവളപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാം. എന്തായാലും സംസ്ഥാനം ഒരു പണം ബാക്കി വെച്ചാണ് ഈ പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞെന്ന വാദം ഈ ധവളപത്രം അംഗീകരിക്കുന്നില്ല. അപ്പോഴും ഈ ബാലൻസ് ട്രഷറിയിൽ കാണിക്കുമ്പോഴും അതിൻ്റെ ഇരട്ടിയിലേറെ തുക ബാധ്യതയായി മറ്റ് കരാറുകാർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും നൽകാനുണ്ടായിരുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ധവളപത്രത്തിൻ്റെ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നിയമസഭ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ധവളപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രമാണ് ഇപ്പോൾ UDF സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുകയായിരുന്നു. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. അതുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉണ്ടായ വാക്പോര് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.